ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഉണ്ണിസ്റ്റർ ക്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പത്തനംതിട്ടയിലെ TVSന്റെ ഷോറൂമിലാണ് കേട്ടോ. വണ്ടി വാങ്ങാനായിട്ട് വന്നൊന്നുമല്ല, ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് ഒരു മാസം മുമ്പ് ഞങ്ങളിവിടെ വന്നിരുന്നു. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചു. അതിനുശേഷം കുറച്ച് പോരായ്മകളൊക്കെ ഇവിടുത്തെ DBയിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ അവരെ ചൂണ്ടിക്കാണിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രശ്നങ്ങൾ ഫുള്ളായിട്ട് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഫുള്ള് DBകളുടെ റീസെറ്റിംഗ് കണ്ടീഷൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ വെർട്ടിക്കൽ DB ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതേപോലെ തന്നെ എർത്തിങ്ങിന്റെ കാര്യങ്ങൾ, ഒബിയുടെ SPD ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത്രയും സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതായത് കുറച്ചധികം കണ്ടന്റ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കൊന്നുമല്ല, കൂട്ടത്തിൽ നമ്മുടെ സതീഷ് ബ്രോ ഉണ്ട്, അതേപോലെ ശ്യാം, മറ്റു കൂട്ടുകാരും ഒക്കെ ഉണ്ട്, ഒപ്പം നൈജു ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പിംഗ് ഇഷ്യൂവും, അതേപോലെ തന്നെ ട്രിപ്പിംഗ് ഇഷ്യൂ അല്ലല്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു എർത്തിങ്ങിന്റെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് പോയിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ശ്യാം, ഈ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, പിന്നെ എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്, ആദ്യമായിട്ടെല്ലാം കണ്ട്. ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് ചെയ്തിരിക്കുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണ കാര്യം. അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് നഷ്ടമായത് കൊണ്ടിട്ടാണ് നമ്മൾ അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടുണ്ടായിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വിശദമായിട്ട് പറയുക. അതേപോലെ തന്നെ അവരുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും നമുക്ക് ഇത്തരത്തിലുള്ള മീറ്റിംഗ് കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മുടെ വർക്കേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിനനുസരിച്ചിട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ടൈം പീരീഡിനുള്ളിൽ വർക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ടും ചില പ്രശ്നങ്ങളുണ്ടായി കാര്യം, എന്നിട്ടും ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി. കൃത്യമായിട്ടും മെറ്റീരിയൽസ് എത്തിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയന്റ് മെറ്റീരിയൽസ് എത്തിക്കാൻ പറ്റാതെയായി, വെർട്ടിക്കൽ DB കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ആ സമയത്താണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ഉടൻ തന്നെ നമുക്ക് അനൂപ്, പത്തനംതിട്ട ജില്ലയിലെ അനൂപും അതേപോലെ തന്നെ ഒത്തിരിയധികം സബ്സ്ക്രൈബേഴ്സും കോൺടാക്ട് ചെയ്യുകയുണ്ടായി ഇന്ന സ്ഥലത്തൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അനൂപ് വിളിച്ച് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് മെറ്റീരിയൽ എത്തിച്ചു തരാനായിട്ട് നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് കൊടുത്ത് അത് നല്ലപോലെ തന്നെ ഡീൽ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെറ്റീരിയൽസ് കിട്ടി. അപ്പോൾ എന്തായാലും അതൊക്കെ പുറകെ കാണിക്കാം. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എർത്തിങ് വർക്കാണ്. മോർണിംഗിൽ വന്ന് തുടങ്ങിയത് ഹിന്ദിക്കാർ പണിക്കാരൊക്കെ മോർണിംഗിൽ എർത്തിങ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഞാൻ എന്തായാലും വാല്യൂസ് ചെക്ക് ചെയ്താണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ഒന്ന് കാണിച്ചു തരാം. നിലവിൽ ഉള്ള എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ കാണിച്ചു തരാം. നമുക്ക് SPD കാര്യങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ohms താഴെയുള്ള എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നിലവിൽ ഉള്ള വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് 45.9 ohms ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു എർത്തിങ് കണ്ടീഷൻ അല്ല, അതേപോലെ തന്നെ നമുക്ക് SPD വെക്കാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ബിറ്റുകൾ എടുത്തിട്ട് വേണം നമുക്ക് കൃത്യമായിട്ട് അതിനെ 10 ohms താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിൻ്റെ എർത്തിങ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. 3 DBകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ന്യൂട്രൽ വയേഴ്സ് ഞാൻ അയച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പല കേബിളുകളിലും മാർക്ക് ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കും. അതേപോലെ കൃത്യമായിട്ടും എല്ലാ ഫേസ് ലൈൻസും നമ്മൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. MCBയിൽ നിന്ന് ഔട്ട് പോയിരിക്കുന്ന എല്ലാ ലൈനുകളും നമ്മൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇനി കൃത്യമായിട്ട് IR വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് വേണം ഓരോ കേബിളുകളും അതിൻ്റെ നോട്ടിങ്ങിനനുസരിച്ച് ഏതൊക്കെയാണെന്നനുസരിച്ചിട്ട് കണക്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ന്യൂട്രൽ ലിങ്കും എർത്ത് ലിങ്കും തമ്മിൽ IR വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഓരോ കേബിളുകളും സെലക്ട് ചെയ്ത് കണക്ട് ചെയ്യുകയും കൂടിയാണ്. അതേപോലെ തന്നെ ഈ MCB സെക്ഷൻ്റെ വയറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫേസ് സെലക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുള്ള ഫേസ് സെലക്ടർ കാര്യങ്ങൾക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അത്തരത്തിൻ്റെ ആവശ്യമില്ല. കാര്യം വെച്ചാൽ ഇവിടെ 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. ബാലൻസ്ഡ് കണ്ടീഷനിലാക്കി വേണം ചെയ്യാൻ. സിംഗിൾ ഫേസിലേക്ക് കണക്ട് ചെയ്ത് ലോഡ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ സ്വിച്ച് ബോർഡുകൾക്ക് നമ്പർ ഇട്ടിട്ട് അതിൽ നിന്ന് വയറുകളുടെ IR വാല്യൂ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വേണം നമുക്ക് DBയിൽ കണക്ട് ചെയ്യാൻ. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഫാൾട്ട് കണ്ടിട്ടുള്ള വയർ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ IGയുടെ തേപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ അവരവിടെ വയർ മാറ്റി വലിക്കുകയാണ്. പല സുഹൃത്തുക്കളും പറയും ഒരു കംപ്ലൈൻറ്റ് മാറ്റാനായിട്ട് എനിക്ക് ടെസ്റ്റർ മാത്രം മതിയെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൂടി കാണിച്ചു തന്നെ കേട്ടോ. ഇതിപ്പോൾ അവർ കേബിളുകൾ വലിച്ച് മാറ്റുവാണ്, പുതിയ കേബിൾ ഇടുവാണ്. പഴയ കേബിളിനെ അവിടെ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. എല്ലാ സാഹചര്യത്തിലൊന്നും ഇതേപോലെ വന്നൊന്നുമില്ല. പക്ഷേ ഇത് കണ്ട, നമ്മൾ IR വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ കുറവുണ്ടായിരുന്ന സ്ഥലത്തെ കേബിളിൻ്റെ അവസ്ഥയാണ്. ഫേസ് കേബിളാണ്. ആ ഫേസ് കേബിളിൽ ആർക്കെങ്കിലും സംഭവിച്ച് പോയിട്ടുള്ളതാണ്. എവിടെയോ ഒരു ചെറിയ ഫാൾട്ട് സംഭവിച്ചിട്ട് അത് ഭിത്തിയിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ആർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹിന്ദിക്കാരും പയ്യന്മാരൊക്കെ കൃത്യമായിട്ട് പണികളൊക്കെ നടന്നു പോകുന്നുണ്ട്. എല്ലാ പരിപാടികളും കൂടി ഒരുമിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നോക്കും. അത്തരത്തിലാണ് വീഡിയോസും കാര്യങ്ങളും വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എർത്ത് ബിറ്റ് എടുക്കുന്നതിൻ്റെ കുഴി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. DBയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാണ്. ഈ സമയത്താണ് നമ്മുടെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
സുഹൃത്ത് വിളിച്ചത്, കണ്ണൻ ബായ് വിളിച്ചത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കാണാം. എന്തായാലും വളരെയധികം നല്ല സപ്പോർട്ടാണ് അദ്ദേഹം ചെയ്തത്. നമ്മുടെ അഞ്ചുതെങ്ങിൽ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിലെ ഷോപ്പാണ്. ഇവിടെ കൃത്യമായിട്ടും എല്ലാ സംഭവങ്ങളും നമുക്ക് ലഭ്യമാണ് കേട്ടോ. ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരു അറേഞ്ച് ചെയ്തിട്ടാണെങ്കിലും തരും. ഇതാണ് നമ്മുടെ കണ്ണൻ ബ്രോ. ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇവിടുത്തെ പണിക്കാരിൽ ഭൂരിഭാഗം പേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളാണ്. എന്തായാലും അവരെല്ലാം പരിചയപ്പെടാനായിട്ട് സാധിച്ചു. എന്തായാലും മെറ്റീരിയൽസ് കിട്ടി. അവിടെ വെർട്ടിക്കൽ DB കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ പൈപ്പ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെന്താണ് ഇങ്ങനെയാണെന്നുള്ളത്. ഇതിൽ റിനോവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലംബിങ് കാര്യങ്ങളൊക്കെ മാറും, അതേപോലെ ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വരും, DG കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം മാറ്റങ്ങൾ വരാണ്ട്. അതും പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, DB വെച്ച സ്ഥലത്ത് പൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ സതീഷ് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സതീഷും വിഷ്ണുവും അതേപോലെ തന്നെ സുജിത്ത് ഇവരായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ശാംബ്രോ DB ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് 2 DBകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു. നൈജു എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോർഡിനേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വർക്കുകൾ പട്ടപ്പട്ടയെന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി വിശദാംശങ്ങൾ പുറകെ കാണാം. സർവീസ് സെൻ്ററിലുള്ള ഞാൻ ചെയ്തുകൊണ്ടിരുന്ന DB ആയിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് IR വാല്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അവിടെ 4 പോൾ MCBയും 3 പോൾ MCBയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 4 പോൾ മെയിനും 3 പോൾ നമ്മൾ മേളിൽ ഒരു കംപ്രസർ യൂണിറ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുമാണ്. ഇവയ്ക്കെല്ലാം സെപ്പറേറ്റ് കണക്ഷൻ ആയിട്ട് തന്നെ. അതെന്തായാലും താഴത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് എർത്തും ന്യൂട്രലും തമ്മിലുള്ള IR വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു ഫോൾട്ട് വേറെ എവിടെ കൂടി പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇവിടുത്തെ IR വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 0.09, 130, 140 വോൾട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതും കൂടി കണ്ടുപിടിച്ച് നമ്മളത് പരിഹരിക്കുന്നതിനുള്ള പരിപാടികളൊക്കെ നോക്കി. അതായത് നമ്മുടെ MOV ടൈപ്പ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ബോർഡ് കാര്യങ്ങൾ അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 10 മെഗോംസിന് അടുത്തുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹെവി ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമ്മൾ പൂർണ്ണമായിട്ട് ഒരു കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുക. അതേപോലെ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് പവർ സെക്ഷൻ ആയതുകൊണ്ടിട്ടാണ്. ലൈറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു 2 മെഗോംസ്, 1 മെഗോംസ്, 1.24 മെഗോംസ് എങ്കിലും നമുക്ക് പിടിച്ച് നിർത്താൻ സാധിക്കണം. പൂർണ്ണമായിട്ടും ആ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വരും. അപ്പോൾ ശ്യാം ഇവിടെ മറ്റു വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന താഴത്തെ ഒരു DB ആയിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും നമുക്ക് ലീക്കേജ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊന്ന് കാണാം. ആ ഒരു കേബിളുള്ളൂ തന്നെ, കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? നമ്മുടെ ശ്യാമും നൈജും കൂടി ആ കേബിളിന് പുറകെ പോയിട്ടുണ്ട്. ആ ലീക്കേജ് സംഭവിച്ചിട്ടുള്ള കേബിളിന് പുറകെയാണ് പോയിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ന്യൂട്രലൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ലിങ്കിലേക്കൊക്കെ അടിച്ചിട്ടുണ്ട്, സോക്കറ്റുകൾ അടിച്ച് കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മെഗർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 250 വോൾട്ടിലാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. 250 വോൾട്ട് അടിക്കുമ്പോൾ നമുക്ക് ഏകദേശം 9.3, 9.5, 10 മെഗോംസിന് അടുത്തുള്ളൊരു വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് 500 വോൾട്ട് അടിച്ച് നോക്കാം. 500 വോൾട്ടിലും ഏകദേശം നമുക്ക് 10 മെഗോംസിന് അടുത്തുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അവിടുത്തെ ആ വോൾട്ടേജ് റേഞ്ച് പോകുന്നത് നിങ്ങളൊന്ന് നോക്കി കേട്ടോ. അതായത് മെഗോംസിന് തൊട്ട് പറ്റിയുള്ള വോൾട്ടേജ് റേഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. ഇവിടെ നമ്മുടെ ഈ 531 വരുന്ന സൈഡ്, ഈ 531 വരുന്നതിൻ്റെ വാല്യൂസ് വ്യത്യാസം ആ ഒരു ഫാൾട്ടി ആയിട്ടുള്ള കേബിളിലേക്ക് അടിക്കുമ്പോൾ വരുന്ന വ്യത്യാസം നിങ്ങളൊന്ന് നോക്കുക. ഇത് കൃത്യമായിട്ട് 100ലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ അതേപോലെ തന്നെ മെഗോംസും കുറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ MCBയുടെ അടിയിൽ കാണുന്ന വയറുകളുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഊരി മാറ്റണം. ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. MCB ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൃത്യമായിട്ട് സെറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാനുണ്ട്. എന്തായാലും ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ മെഗർ വാല്യൂ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ യൂണിറ്റിയുടെ മീറ്ററിൽ എടുക്കുന്ന വാല്യൂസാണ്. 9.4, 9.6, 10 മെഗോംസിന് അടുത്തുള്ള വാല്യൂസ് നമുക്ക് കൃത്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ഹിയോക്കയുടെ മീറ്ററിൽ കൂടി ഞാൻ അതിൻ്റെ വാല്യൂസ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അടുത്തായിട്ട് എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എർത്തിങ്ങിൻ്റെ പിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ലെയർ ഔട്ട് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് 2 എർത്ത് പിറ്റിൻ്റെയും ലെയർ ഔട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ നമ്മുടെ ചാനൽ മെമ്പേഴ്സ് ഉള്ളിയായിട്ടുള്ള സെക്ഷനിൽ ഞാനത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്.
അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അതേപോലെ തന്നെ സതീഷ് കൃത്യമായിട്ട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ പരിപാടി, അതായത് വെർട്ടിക്കൽ DB ഫിക്സ് ചെയ്യുക, അതിൻ്റെ കേബിൾ വലിക്കുക കാര്യങ്ങളൊക്കെ സതീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എർത്തിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള സെക്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ അത് വിശദമായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കൊമോഡ് സെറ്റ് ചെയ്യുക, അതേപോലെ നമ്മൾ ചാർക്കോൾ ലെയർ ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള സെക്ഷൻ അവിടെ കൃത്യമായിട്ടുണ്ട്. അത് ചെറിയൊരു പെയ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ്, അവിടെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് നടക്കണേ. സതീഷ് അതിൻ്റെ വെർട്ടിക്കൽ DB സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാക്കി വരുന്നു. 3 പോൾ MCBകളും അതേപോലെ തന്നെ 100 മില്ലിയാമ്പിൻ്റെ RCB ചേഞ്ച് ഓവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നു വരുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എർത്തിങ്ങിൻ്റെ കണ്ടീഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് എല്ലാം ലിങ്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എർത്ത് ബെഞ്ചിലേക്ക് കയറ്റി അത് കണക്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇപ്പോൾ സതീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു, ഫുള്ള് ഫ്യൂസ് യൂണിറ്റ് ചേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ കംപ്രസർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങൾ ക്ലിയർ ആക്കണം. അതായത് നമ്മൾ അഴിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ തിരിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ റൊട്ടേഷൻ ചേഞ്ച് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റൊട്ടേഷൻ തിരിച്ച് ആക്കുന്ന രീതിയിൽ, അതായത് 3 ഫേസ് ആണല്ലോ, 3 ഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഫേസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ റൊട്ടേഷനും കൂടി ചേഞ്ച് ചെയ്ത് കറക്റ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് എർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എർത്തിങ് ചെയ്തതിന് ശേഷമുള്ള അവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ, നമ്മൾ പുതിയ എർത്ത് ചെയ്തതിന് ശേഷം ഇന്ന് എടുത്തിട്ടുള്ള വാല്യൂ ആണ് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ മുമ്പ് എടുത്തിട്ടുള്ള വാല്യൂ ആണ് 7.99 ohms, അതായത് 8 ohmsന് അടുത്തുള്ള വാല്യൂ ആണ് നമുക്കുള്ളത്. 10ൽ താഴെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ ഉള്ള വാല്യൂ ആണ്. ഇത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ വാല്യൂസ് കാര്യങ്ങൾ താഴത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സബ് DB കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഴയ DB ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി ചെയ്യാനായിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് ചാലുവാക്കി നോക്കാം. ഇവിടെ 100 മില്ലിയാമ്പിൻ്റെ RCB വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ഓരോ MCB സെക്ഷൻസ് 3 പോൾ MCBകളാണ് നമുക്ക് വെച്ചിട്ടുള്ളത്. ഓരോ DBകളിലേക്കും സെപ്പറേറ്റ് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. മുൻപ് ഉണ്ടായിരുന്നത് അത്തരത്തിലായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ DB വെച്ചിട്ട് സെപ്പറേറ്റ് പോകുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒബിയുടെ സ്പീഡ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് DB കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് MCB കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങളാണ് നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ MCB സെക്ഷൻസ് ഓൺ ചെയ്ത് നോക്കാം. ഈ 6 വേ വെർട്ടിക്കൽ DBയിൽ 6 വേ നമുക്ക് ആവശ്യമില്ല, 2 സ്പെയർ ആയിട്ടാണ് നമ്മൾ ഇട്ടുള്ളത്. ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫ്യൂസ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഫ്യൂസ് യൂണിറ്റ് നമ്മൾ 100 ആംപിയറിൻ്റെ ഫ്യൂസ് യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് 63 ആംപിയറിൻ്റെ ഫ്യൂസുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആംപിയർ റേറ്റിംഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള ആംപിയർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നോക്കിയാൽ കാണാം 35 ആംപിയറിനടുത്ത് 35 ആംപിയറിനടുത്തുള്ള ലോഡ് നമുക്ക് ഓരോ ഫേസിൽ കൃത്യമായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. ബാലൻസ്ഡ് കണ്ടീഷൻ അല്ല, ചെറിയ അൺബാലൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ബാലൻസ്ഡ് ആക്കിയിട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇനി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള മെഗർ വാല്യൂ ആണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോണേ. 9.5, 10 മെഗോൺസ്, 10.6, 10. നമ്മുടെ ഹിയോക്കിയുടെ മീറ്ററിലും യൂണിറ്റിയുടെ മീറ്ററിലും ഒക്കെ ഏകദേശം കൃത്യമായിട്ടുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എർത്ത് ന്യൂട്രൽ തമ്മിലുള്ള ഹയർ വാല്യൂസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മറ്റൊരു DBയിലെ കാര്യങ്ങളാണ് നമുക്കിനി അടുത്തായിട്ട് നോക്കാനുള്ള. അതിന് മുമ്പ് നമ്മുടെ ഈ DB കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ഓണാക്കി ഫുള്ള് ചാലുവാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആ സെക്ഷനിലെ TVSൻ്റെ ഷോറൂം സെക്ഷനിലെ എല്ലാ പ്രശ്നങ്ങളും, അവിടുത്തെ ഹയർ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതും ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ അത് ക്ലിയർ ആയിട്ടുണ്ട്. അത് നേരത്തെ ക്ലിയർ ചെയ്തതാണ്. പക്ഷേ ഫുള്ള് വാല്യൂസ് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നത് നമ്മൾ ക്ലിയർ ചെയ്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചാണ് പോണത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയുള്ള വാല്യൂ മറ്റൊരു DB ആണ്. ആ DBയിലും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ കണ്ടീഷനിൽ നിന്ന് 100 ഭേദം ആയി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1.22 മെഗോംസ് ആണ് നിലവിൽ നമുക്ക് അവിടെ ലഭിക്കുന്ന വാല്യൂസ്. അതേപോലെ തന്നെ എർത്ത് ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് 6 മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ നമുക്കിപ്പോൾ അവിടെ ഉള്ളത്. ഫുൾ ലോഡ് കണ്ടീഷനിലെ ലീക്കേജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും